ഹലോ, ഇന്ന് വർക്ക് ഗുരുവായൂരാണ്. സമയം 2 മണിയായി. ഞാൻ ഫസ്റ്റ് ടൈം ആണോ ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. ഇന്ന് നമുക്ക് 2:30 വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഗുരുവായൂർ മിക്കതും നമ്മൾ നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും 2 മണിക്കൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹൂർത്തമൊക്കെ വരിക 5 മണിക്കും 6 മണിക്കൊക്കെയാണ്. ബ്രൈഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം എന്തായാലും 3.5-4 മണിക്കൂർ മുമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഇന്നത്തെ വർക്ക് നമുക്ക് ബ്രൈഡ് അല്ല കേട്ടോ, ഗസ്റ്റാണ് കേട്ടോ വരുന്നത്. ഇന്ന് 2 സ്ഥലത്ത് വർക്ക് ഉണ്ട്. 2:30 എത്തണമെങ്കിൽ ഞാൻ ഏകദേശം 1:15 ആകുമ്പോഴത്തേന് എണീച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങും. ഇതെൻ്റെ ഫ്രണ്ടാണ് സ്നേഹ. ഞാൻ ഇവളെയും കൂട്ടിയിട്ടാണ് കേട്ടോ വർക്കിന് പോവാറ്. പോകുന്ന വഴിക്ക് ക്ലയൻറ്റിനെ വിളിച്ചിട്ട് എണീപ്പിക്കാണ് കേട്ടോ. എണീറ്റില്ലെങ്കിൽ അവർ എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. നമുക്കിങ്ങനെ ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ കിട്ടാറുണ്ട്. ചിലപ്പോൾ നമ്മളവിടെ എത്തിയിട്ടൊക്കെ ആയിരിക്കും അവർ എണീക്കുക, അവരറിയുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വിളിക്കും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ക്ലയൻറ്റ് നേരത്തെ തന്നെ എണീറ്റ് ഫ്രഷ് ആയിട്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ആദ്യത്തെ വർക്കിൻ്റെ ക്ലയൻറ്റിൻ്റെ റൂമിലേക്ക് എത്തിയിട്ടോ. ഇവിടെ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടി ചുമന്ന് സ്റ്റെപ്പ് കയറേണ്ടി വന്നു ഞാൻ. പിന്നെ ഇവിടെ 3 ആൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഗ്രൂമിനും പിന്നെ സിസ്റ്റർക്കും പിന്നെ അമ്മയ്ക്കും ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അമ്മനെയും സിസ്റ്ററിനും നമ്മൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അമ്മയുടെ കഴിഞ്ഞ സമയത്ത് ഗ്രൂം വന്നു. പിന്നെ ഗ്രൂമിൻ്റെ ഫേസ് മേക്കപ്പും അതുപോലെ ഹെയർ സെറ്റ് ചെയ്തിട്ട് ഗ്രൂമിനും വിട്ടു. പിന്നെ കേട്ടോ സിസ്റ്ററിനെ വിട്ടത്. അത് കഴിഞ്ഞിട്ട് സിസ്റ്ററിൻ്റെ സാരി റാപ്പിങ്ങും അതുപോലെ ഹെയറും ഫേസും ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാ? പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3 ആളിലും ഫൈനൽ ലുക്ക് ലാസ്റ്റത്തെ വീഡിയോയിലുണ്ട്. അമ്മയുടെയും സിസ്റ്ററുടെയും സാരി അവർ ഓൾറെഡി പ്രീപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര വേദിയിലായിരുന്നു സിസ്റ്ററുടെ സാരിയൊക്കെ പ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നെക്സ്റ്റ് ക്ലയൻറ്റിൻ്റെ അടുത്ത് കണ്ടുപോയത്. അവിടെ കട്ട പോസ്റ്റ് കിട്ടി. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടി വന്നു. ആൾക്കൊരു ബേബി ഉണ്ട്. അപ്പോൾ ആ ബേബീനൊക്കെ ഉറക്കിയിട്ടാണ് ആൾ വന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ വർക്ക് ഫിനിഷ് ചെയ്തത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലയൻറ്റിൻ്റെ ഫൈനൽ. ഇഷ്ടപ്പെട്ടു. എനിക്ക് സിന്ദൂരം വെച്ചായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെയും കൂടെ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം.